أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1412 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 33, 34 എന്നീ അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. صدق الله تعالى. സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ 2 ആയത്തുകൾ 33, 34 ഈ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ സൂറത്തുൽ ലുഖ്മാൻ മക്കയിലെ ആളുകളെ വിശേഷിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ അനിവാര്യതയും ബോധ്യപ്പെടുത്തുന്ന ശ്രദ്ധേയങ്ങളായ കാര്യങ്ങളാണ് പരാമർശിക്കുകയുണ്ടായത്. അതിനിടക്ക് ലുഖ്മാൻ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹം മകന് നൽകിയ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, അതിനോട് ചേർത്ത് അള്ളാഹു നൽകിയിട്ടുള്ള ചില വിശദീകരണങ്ങൾ ഒക്കെയാണ് നൽകപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് സൂറത്തിന്റെ അവസാനത്തിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ചിലത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു ജീവിത ദർശനത്തിലേക്കാണോ
ആ ജീവിത ദർശനത്തിന്റെ അടിത്തറയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ അവരെ കേൾപ്പിക്കുകയും അവരെ അതിനെക്കുറിച്ച് ബോധമുള്ളവരാക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് കടലില് കപ്പൽ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നത് അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു പരാമർശിക്കുന്ന നമ്മൾ കാണുകയുണ്ടായി. കടൽ യാത്രയിലൂടെ ആഴക്കടലിലും അതുപോലെ മനുഷ്യവാസമില്ലാത്ത വിദൂര ഇടങ്ങളിലൊക്കെ അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സംഗതികൾ പലതും മനുഷ്യന് അറിയാനും കാണാനും ഒക്കെ സാധിക്കുന്നത് സമുദ്രങ്ങൾ താണ്ടിയുള്ള യാത്രകളിലൂടെയാണ്. അതിന് സാധിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും ആ സംഗതിയിൽ സഹനം അവലംബിക്കുകയും കൃതജ്ഞത കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കടൽക്ഷോഭം ഉണ്ടാവുകയും തിരമാലകള് അവരെ മൂടിക്കളയുന്ന വിധത്തിൽ വലിയ ഉയരത്തിൽ പൊങ്ങി വന്ന് അവരുടെ തലക്ക് മീതെ ഒരു മേലാപ്പ് പോലെ പൊതിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെയും തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി ശിർക്കിന്റെ യാതൊരു അംശവും കലരാത്ത വിധത്തിൽ അള്ളാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുക. എന്നാൽ കരയിലേക്ക് അവരെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായാലോ പിന്നെ അവരുടെ ആവേശമൊക്കെ ചോർന്നു പോവുകയാണ്. അവര് പല നിലക്കും ആ നേരത്തെ സമുദ്രത്തിലെ പ്രക്ഷുബ്ധതയുടെ അവസരത്തിൽ കാണിച്ച ആ പ്രതിബദ്ധതയും ആ ആത്മാർത്ഥതയും ഇല്ലാത്ത വിധത്തിലാണ് അവര് പിന്നീട് പെരുമാറുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ ഒരുമ്പെടുന്നത് വഞ്ചനയും നിഷേധവും പ്രകൃതമായ അല്ലെങ്കിൽ പ്രകൃതമാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ മാത്രമാണ് എന്ന കാര്യം കൂടി അള്ളാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ അവസാനത്തെ 2 ആയത്തുകൾ വരുന്നത്. ഈ 2 ആയത്തുകളിലായിട്ട് അള്ളാഹു മനുഷ്യരാശിയോട് ഒന്നാകെയായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപൂർവം സന്ദർഭങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു അഭിസംബോധന കാണാൻ സാധിക്കുക. നേരത്തെ സൂറത്തുൽ ബഖറയിൽ നമ്മൾ അങ്ങനെ ഒരു അഭിസംബോധന കണ്ടതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ ഏകദേശം 10-20 ആയത്തുകൾ പിന്നിടുന്ന ആ ഭാഗത്താണ്. ഇവിടെ സമാനമായൊരു രീതിയിലാണ് ഈ സൂറത്തിന്റെ അവസാനം അല്ലെ ഉപസംഹാരം എന്നത് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് പൊതുവായി വിളിച്ചുകൊണ്ടാണ് ഈ അവസാനത്തെ 2 ആയത്തുകളുടെ തുടക്കം. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. നിങ്ങൾ ഗൗരവപൂർവമായ ജാഗ്രത കാണിക്കേണ്ടത് നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിന്റെ കാര്യത്തിലാണ്. വേറെ പലതിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെയും അല്ലെങ്കിൽ അത്തരം സംഗതികളെയൊക്കെ ഭയപ്പെട്ടുകൊണ്ടൊക്കെ മനുഷ്യർ പലപ്പോഴും പെരുമാറുന്നത് കാണാം. പക്ഷെ ഭയപ്പെടേണ്ടതും ജാഗ്രത കാണിക്കേണ്ടതും വേണ്ട വിധത്തിൽ ഗൗനിക്കുകയൊക്കെ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിനെയാണ് എന്നതാണ് ഇവിടെ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഉണർത്തുന്നത്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, അതുപോലെ വഖ്ശൗ യൗമൻ, ഒരു നാളിനെ നിങ്ങൾ
ഭയമുള്ളവരായിരിക്കണം. ആ നാളിനെ കുറിച്ചുള്ള ഭയപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വഖ്ശൗ യൗമൻ, എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു വാലിദിനും ഒരു പിതാവിനും തന്റെ വലതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ലാത്ത ഒരു നാളാണത്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, ഒരു പുത്രനും തന്റെ പിതാവിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ലാത്ത ഒരു ദിവസം. ആ നാളിനെ കുറിച്ച് നിങ്ങൾ നല്ല കരുതലും ജാഗ്രതയും ഉള്ളവരായിരിക്കണം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമായി പുലരുക തന്നെ ചെയ്യും. അന്ത്യനാളിനെ കുറിച്ചുള്ള, പാരത്രിക ജീവിതത്തെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ വിചാരണയെ കുറിച്ചുള്ള, രക്ഷാശിക്ഷകൾ നിർണയിക്കുന്ന വിധത്തിലുള്ള, മനുഷ്യകർമ്മങ്ങളെ പരിശോധിച്ചുകൊണ്ടുള്ള വിലയിരുത്തലിനെ കുറിച്ചുള്ള ഒക്കെയുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫലാ തഗുറന്നക്കും, നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തരുത്. അൽ ഹയാത്തു ദുനിയ, ഈ ഐഹിക ജീവിതം നിങ്ങളെ ചതിയിൽ അകപ്പെടുത്തരുത്. ഐഹിക ജീവിതത്തിന്റെ ആകർഷണീയതയും അതിന്റെ വിവിധങ്ങളായ വർണ്ണങ്ങളും അതുപോലെ അതിന്റെ സുഖാനന്ദങ്ങളും ഒന്നും തന്നെ നിങ്ങളെ ചതിയിൽ അകപ്പെടുത്തരുത്. ഈ ഐഹിക ജീവിതമേ ഉള്ളൂ, അതിനുശേഷം യാതൊന്നുമില്ല എന്ന ഒരു മൂഢധാരണയിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകരുത്. ഐഹിക ജീവിതം നിങ്ങളെ ചതിയിൽ അകപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുക. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിടെ പറഞ്ഞിരിക്കുകയാണല്ലോ. ഈ വാഗ്ദാനം പുലരും എന്നതിനാൽ തന്നെ ആരെങ്കിലും ഐഹിക ജീവിതത്തിന്റെ ആകർഷണീയതയിൽ പെട്ടുപോവുകയാണ്, അതിന്റെ വഞ്ചനാത്മകമായ പല സംഗതികളിലും പെട്ട് പാരത്രിക ജീവിതത്തെ മറന്നു പോകുന്നുവെങ്കിൽ ഐഹിക ജീവിതം അയാളെ ചതിയിലകപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവരുത്. നിങ്ങൾ ആ ഒരു നാളിനെ വളരെ കരുതലോട് കൂടി മാത്രം ആ ഒരു നാളിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയുള്ള ഒരു നിലപാടായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമാണ്, അത് സത്യമായി പുലരും. ഫലാ തഗുറന്നക്കുമുൽ ഹയാത്തു ദുനിയ, അതുകൊണ്ട് ദുനിയാവാണ് എല്ലാം എന്ന, ഈ ഭൗതിക ലോകത്തെ ജീവിതമാണ് എല്ലാം എന്ന വിധത്തില് ആ ഒരു ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചതിയിൽ നിങ്ങൾ അകപ്പെടരുത്. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്താതെ ഇരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളെ പരമവഞ്ചകനും ചതിയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഗറൂർ എന്നാണ് ഇവിടെ അവസാനത്തെ ആ ആയത്തിന്റെ അവസാനത്തെ വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, നിങ്ങളെ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗറൂർ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഗറൂർ എന്നത് പരമവഞ്ചകൻ, ഏറ്റവും വലിയ വഞ്ചകൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ പദം. അപ്പോ പിശാചിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് അതുള്ളത്. അത് നമ്മിൽ നിന്ന് അന്യമായ വ്യത്യസ്തമായ ഒരു പിശാചാവണമെന്നൊന്നുമില്ല. നമ്മുടെ പല ചാപല്യങ്ങളും നമ്മുടെ പല കണക്കുകൂട്ടലുകളും നമ്മുടെ മനസ്സിന്റെ പ്രേരണയും ഒക്കെ തന്നെ ഈ വിധത്തിൽ വലിയ ചതി ചെയ്യുന്ന പരമവഞ്ചകനായിട്ട് മാറാം. പിശാച് അങ്ങനെയൊക്കെയാണ് മനുഷ്യനിൽ സ്വാധീനം ഉണ്ടാക്കുക, മനുഷ്യനെ ചതിയിലകപ്പെടുത്തുക, മനുഷ്യന് വളരെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു സംഗതിയായിട്ട് അവനെ സമീപിച്ചുകൊണ്ടാണ്. അപ്പോ നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും വളരെ വികൃതമായ ഭീതി ജനിപ്പിക്കുന്ന വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള രൂപമായിട്ടല്ല പിശാച് നമ്മളെ സമീപിക്കുക. മറിച്ച്
പിശാച് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ഏറ്റവും ഏറെ ആകർഷിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് സമീപിക്കുക. അതുകൊണ്ട് പരമവഞ്ചകനായ പിശാച് നിങ്ങളെ ആരെയും ചതിയിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. തുടർന്ന് പറയുന്ന കാര്യം നോക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ അടുക്കലാണ് അന്ത്യസമയത്തെ കുറിച്ചുള്ള അറിവുള്ളത്. അവന്റെ കൈകളിലാണ്. വേറെ ആർക്കും അതിനെ കുറിച്ച് അറിയില്ല. അന്ത്യസമയം എന്നൊരു സംഗതി ഏതെങ്കിലും വിധത്തിൽ പരാമർശിക്കപ്പെട്ടാൽ, മുകളിലെ ആയത്തിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായല്ലോ, ഒരു നാളിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ ഒരു പരാമർശം വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ ആളുകളുടെ കാര്യത്തിൽ, മക്കയിലെ ആളുകളുടെ ഒരു പതിവ് രീതി, എപ്പോഴാണ് അത് ഉണ്ടാവുക, സാഴത്ത് എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യം ഉന്നയിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനില് പല സന്ദർഭങ്ങളിലായിട്ട് മക്കയിലെ ആളുകൾ ഉന്നയിച്ച ഈ ചോദ്യത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രതികരണം വിശുദ്ധ ഖുർആനിൽ നൽകപ്പെടുന്നുണ്ട്. ചിലയിടത്തൊക്കെ അവർ ചോദിക്കുന്നതായിട്ട് യസ്അലൂനക അനിസ്സാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്ന കാണാം. അന്ത്യസമയത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു വിശദീകരണം നൽകുന്ന കാണാൻ കഴിയും. എല്ലായിടത്തും അങ്ങനെയല്ല. ചിലയിടങ്ങളിൽ അവർ ഉന്നയിച്ച ആ ചോദ്യം പരാമർശിക്കാതെ അതിനുള്ള ഉത്തരം നൽകുന്ന ഒരു രീതി സ്വീകരിക്കപ്പെട്ടതായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ചോദ്യം പരാമർശിക്കാതെ ഉത്തരം നൽകുന്ന ഒരു ശൈലിയാണ് ഈ സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, നിശ്ചയമായിട്ടും അന്ത്യസമയം അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാവുക എന്ന മക്കയിലെ ആളുകളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ഈ ആയത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, നിശ്ചയമായിട്ടും അന്ത്യസമയത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. അത് എപ്പോ സംഭവിക്കും, എന്തായിരിക്കും അതിന്റെ സ്വഭാവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. വയുനസ്സിലുൽ ഗൈസ, അവനാണ് മഴ വർഷിപ്പിച്ചു തരുന്നത്. വയഅലമു മാഫിൽ അർഹാം, ഗർഭപാത്രങ്ങളിലുള്ളത് എന്താണ് എന്നതും അറിയുന്നത് അവനാണ്. രണ്ട് കാര്യങ്ങള് പ്രത്യക്ഷത്തില് നമുക്ക് ഈ അന്ത്യസമയവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഗധേയവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് എന്ന് തോന്നാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വയുനസ്സിലുൽ ഗൈസ, മഴ ഇറക്കി തരുന്നത് അവനാണ്. മനുഷ്യന്റെ യഥാർത്ഥത്തില് ജീവിത ഭാഗധേയം വളരെയേറെ ആശ്രയിച്ചിരിക്കുന്നത് അള്ളാഹു ഇറക്കി തരുന്ന മഴയെ ആണ്. മഴയാണ് അവന്റെ നിലനിൽപ്പിന് ആധാരമായി വർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മഴ കാരണമായിട്ടാണ് നമുക്ക് ഭൂമുഖത്ത് ആവശ്യമായ ജീവിത വിഭവങ്ങൾ ലഭ്യമാവുന്നത്. കാർഷിക രംഗം ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന് പ്രയോജനകരമാവുന്ന വിധത്തില് അതിന്റെ ഫലം നൽകുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത് മഴ വർഷിക്കുന്ന കാരണമായിട്ടാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഭൗതിക ലോകത്തെ ഒട്ടുമിക്ക സംഗതികളും മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ സന്താനങ്ങളെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ തുടർന്നുള്ളത്. വയഅലമു മാഫിൽ അർഹാം, ഗർഭപാത്രങ്ങളിൽ ഉള്ളത് എന്ത് എന്ന് അവനാണ് അറിയുക എന്നാണ് പറയുന്നത്. ഗർഭസ്ഥ ശിശു എന്തൊക്കെ അവസ്ഥകളിലൂടെ കടന്നുപോയി ഏതൊക്കെ പരിണിതികളിലേക്കാണ് എത്താൻ പോകുന്നത് എന്നതൊക്കെ പൂർണ്ണമായിട്ടും അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ളതായിരിക്കും പഴയ കാലത്ത് ഒരു പക്ഷേ ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഗർഭത്തിലുള്ളത് എന്താണ് എന്നത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ആയിരിക്കണം. ഗർഭത്തിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നത്
അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന വിധത്തിലായിരിക്കണം പഴയ കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോ ചിലപ്പോ നമുക്ക് തോന്നി ഇപ്പൊ അതൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളായല്ലോ, സ്കാനിങ്ങും അതുപോലെയുള്ള സംഗതികളൊക്കെ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം ഐഡന്റിഫൈ ചെയ്യാൻ സംവിധാനങ്ങൾ ഇപ്പോ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഖുർആനില് ഈ ആയത്തില് ഗർഭപാത്രങ്ങളിലുള്ളത് എന്താണ് എന്നത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ് എന്നത് ഓരോ തലമുറയും ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കുന്ന പോലെയാണ് അത് വരിക. അപ്പോ ഇത്തരം സംവിധാനങ്ങളാകുന്ന ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾക്ക് കൂടുതലായിട്ട് ഈ പ്രയോഗത്തിന്റെ സൂചനയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുക കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്ന വിധത്തിലായിരിക്കും അത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു അർത്ഥസാധ്യതയിൽ പരിമിതമല്ല ഈ പ്രയോഗം. ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഗതികൾ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ താല്പര്യമുള്ള സംഗതിയാണ്. ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ തുടക്കത്തിൽ അവർക്കൊരു പിന്മുറക്കാരൻ ഉണ്ടാവുന്നതിലുള്ള സന്തോഷമായിരിക്കും. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവർ കൺസേൺഡ് ആണ്. ആ കുഞ്ഞ് അവർക്ക് ഉപകരിക്കുന്ന ഒരു സന്താനമായി മാറുമോ, അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കഴിവുകളും അതുപോലെ പ്രത്യേകതകളും ഒക്കെ ഉള്ള കുഞ്ഞായിരിക്കുമോ, അത് ജീവിതത്തില് അവർക്ക് ഉപകരിക്കുന്ന അത്രയും കാലം ആ കുഞ്ഞിന് ജീവിക്കാൻ സാധിക്കുമോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളും കുടുംബവും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ ആർക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു നിലനിൽപ്പിന്റെ തന്നെ അല്ലെങ്കിൽ പരമായിട്ടുള്ള ഒരു നൈരന്തര്യത്തിന്റെ തന്നെ ഒരു അടിസ്ഥാനമാണ് ഗർഭപാത്രത്തിലുള്ളത് എന്താണ് എന്നത്. അപ്പൊ ഈ കാര്യങ്ങള് രണ്ടും, ഒന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് ജീവിതം ഭൂമുഖത്ത് സാധ്യമാകുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ഭൂമുഖത്ത് സംഭവിക്കുന്നുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവനാണ് ഈ മഴയുടെ നിയന്ത്രണം നമ്മുടെ ഒന്നും കയ്യിലല്ല, അല്ലെങ്കിൽ ശാസ്ത്രലോകത്തിന്റെ കയ്യിലുമല്ല. ഒരു തത്വത്തില് മഴ വർഷിപ്പിക്കാൻ ചില നടപടികളൊക്കെ എടുക്കാൻ ശാസ്ത്രകാരന്മാർക്ക് സാധിച്ചു എന്ന് വരും. അത് മേഘത്തെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് തെളിച്ചുകൊണ്ട് പോയി മഴ വർഷിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നത് പ്രായോഗികമായി മനുഷ്യന് പ്രയോജനകരമാകുന്ന വിധത്തിൽ അതാക്കുക എന്നത് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമല്ല. തത്വത്തിൽ അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ സാധിക്കുമെന്നേ ഉള്ളൂ. അത് തന്നെ അതിന്റെ അളവ് നിർണ്ണയിക്കുന്നതും എത്രത്തോളം ഏതൊക്കെ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നു, ആ മഴ എത്രത്തോളം പ്രയോജനകരമാവുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പൊ അതിന്റെ നിയന്ത്രണം ഒരിക്കലും തന്നെ മനുഷ്യന്റെ കയ്യിലല്ല, വേറെ ആരുടെയും കയ്യിലുമല്ല, പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഗതിയാണ്. അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. മഴ വർഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ട് ഉള്ള അതിന്റെ സമ്പൂർണമായ നിയന്ത്രണം, അതിന്റെ കൈകാര്യകർത്താവ് അള്ളാഹുവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യുനസ്സിലുൽ ഗൈസ, അതുപോലെ മനുഷ്യന്റെ കൺസേണിൽ പെട്ടതാണ് അവന്റെ വംശ വർധനവിന്റെയും അതുപോലെ തന്നെ നൈരന്തര്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള സന്താനലബ്ധി എന്നത്. അപ്പൊ ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ ആ സ്ത്രീയുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് ഏത് വിധത്തിലാണ്, എന്ത് പ്രത്യേകതകളുള്ള കുഞ്ഞാണ്, വളർന്നു വരുമ്പോ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ഇനി വളർന്നു വരുമ്പോ എന്തൊക്കെ സാധ്യതകളാണ് ആ കുഞ്ഞിന്റെ മുന്നിലുള്ളത് തുടങ്ങിയിട്ടുള്ള വളരെ കാര്യങ്ങള് മനുഷ്യന് താല്പര്യമുണ്ട്. ആ കാര്യത്തിലൊക്കെ മനുഷ്യൻ കൺസേൺഡ് ആണ്. അപ്പോ മനുഷ്യന്റെ ഒരു ശിശു പിറക്കുക എന്ന് പറയുന്നത് ഒരു പശുവിന് ഒരു കുഞ്ഞുണ്ടാകുന്ന പോലെയോ വേറെ ഏതെങ്കിലും ഒരു മൃഗത്തിന് ഒരു കുഞ്ഞുണ്ടാകുന്ന പോലെയോ ഒന്നുമല്ല. അതിനൊക്കെ പരമാവധി എന്താണ് ഉണ്ടാവുക എന്നത് നമുക്ക്
പ്രവചിക്കാൻ സാധിക്കും. നമ്മളുടെ പ്രതീക്ഷകൾ അവയെക്കുറിച്ചൊക്കെ ഉള്ളത് വളരെ നിർണിതമായതാണ്. എന്നാൽ മനുഷ്യന്റെ സന്താനം എന്ന് പറയുന്ന അങ്ങനെയല്ല. മനുഷ്യന്റെ കൂട്ടത്തിലെ ചില ജന്മങ്ങൾ വളരെ വലിയ ചരിത്രത്തിൽ തന്നെ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറാറുണ്ട്. അപ്പൊ നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തില് വളരെ ശ്രദ്ധേയമായ ചില പേരുകൾ നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും അതുപോലെ ആയി മാറുന്നില്ലല്ലോ. മനുഷ്യരുടെ ഈ പിറവിയെടുക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തില് മനുഷ്യ ജീവിതത്തിലും ഈ ഭൂമുഖത്തെ മനുഷ്യ നാഗരിക പ്രയാണത്തിലൊക്കെ ആയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല മഹത്തുക്കളും ഉണ്ടാകും. പല വിധത്തിലുള്ള ദൈക്ഷണികമായ മികവുള്ളവര്, അതുപോലെ സർഗാത്മകമായ കഴിവുകളുള്ളവരും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഒരുപോലെയല്ല. ചിലര് വളരെ അറിയപ്പെടുന്ന അത്യസാധാരണമായ പ്രതിഭാധനത്വമുള്ള ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. പരിമിതമായ ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാതാപിതാക്കൾക്ക് മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അത് തന്നെ തങ്ങൾക്ക് തങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് തങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു കുഞ്ഞാവുമോ അല്ലേ എന്നതൊക്കെ മാതാപിതാക്കളുടെ കൺസേൺസ് ആണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരാൾക്കും അറിവില്ല. ഒരാൾക്കും അതിനെക്കുറിച്ച് പ്രവചിക്കാനും സാധ്യമല്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞ് ഏത് വിധത്തിൽ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നു, ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക വിധികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭൂമുഖത്ത് ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ നിർവഹിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ പടച്ച തമ്പുരാന്റെ നിയന്ത്രണത്തിലുള്ള സംഗതിയാണ്. അതൊന്നും വേറെ ആരെയും ആശ്രയിക്കുന്ന വേറെ ആർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമേ അല്ല. ഇന്നല്ലാഹു ഇൻദഹു ഇൽമുസ്സാ, നിശ്ചയമായിട്ടും അള്ളാഹു അവന്റെ അടുക്കലാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവുള്ളത്, സാഴത്തിനെ കുറിച്ചുള്ള അന്ത്യസമയത്തെ കുറിച്ചുള്ള ജ്ഞാനമുള്ളത്. അവന്റെ നിയന്ത്രണത്തിലാണ് മഴയും അതുപോലെ ഗർഭപാത്രത്തിലുള്ള ഗർഭസ്ഥ ശിശുക്കളും തന്നെ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ, ഒരാൾക്കും അറിയില്ല ഏതെങ്കിലും ആ ആത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തി നാളെ എന്ത് നേടാൻ പോകുന്നു എന്ന കാര്യം. നാളെ ഒരാളെ എന്ത് നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത് എന്ന സംഗതി ഒരു ആത്മാവിനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും അറിയില്ല. അപ്പൊ നാളെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചില ആസൂത്രണങ്ങളും ചില ആലോചനകളും ഒക്കെ എനിക്കുണ്ടാകാം. പക്ഷെ എൻ്റെ ആസൂത്രണത്തിനും ആലോചനക്കും അതീതമായ പല സംഗതികളും സംഭവിക്കാം. ഒരാൾക്കും തീർത്തു പറയാൻ കഴിയില്ല താൻ നാളെ എന്ത് നേട്ടം കൈവരിക്കാനാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്ത് മഹത്തരമായ കാര്യമാണ് നിർവഹിക്കാൻ പോകുന്നത്, എന്ത് സമ്പാദിക്കാനാണ് പോകുന്നത് എന്നതൊന്നും ഒരാൾക്കും നേരത്തെ മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ ഇൽമുൽ ഗൈബിൽ പെട്ടതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗോചരവുമായ ദൃശ്യവുമായ കാര്യങ്ങളാണ് അതൊക്കെയും തന്നെ. വയഅലമു മാ ഫിൽ അർഹാം, തുടർന്ന് പറയുകയാണ് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് നേടുമെന്ന്, എന്ത് സമ്പാദിക്കുമെന്ന്, എന്ത് കരസ്ഥമാക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് മണ്ണിലാണ് താൻ മരിച്ചു വീഴാൻ പോകുന്നത് എന്ന കാര്യവും ഒരാൾക്കും അറിയില്ല. അള്ളാഹു വളരെ അർത്ഥഗർഭമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ആയുഷ്കാലത്തില് ഓരോ നാളിലും എന്താണ് സമ്പാദിക്കാൻ പോകുന്നത്, എന്താണ് നേടാൻ പോകുന്നത് എന്നത് നേരത്തെ പറയാൻ ആർക്കും കഴിയില്ല. ഒരുപക്ഷെ ഇന്ന് ദരിദ്രനായ ഒരാള് നാളെ വളരെ അവിശ്വസനീയമായ വിധത്തിൽ ധനികനായി മാറിയെന്ന് വരും. ഇന്ന് ദുർബലനായിട്ട് കഴിയുന്ന ആള് നാളെ അത്യസാധാരണമായ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു
പ്രതിഭാധനനായ ഒരാളായി എന്നൊക്കെ തോന്നാം. ശൈശവത്തിൽ ആരും വില കൽപ്പിക്കാതിരുന്ന ഒരു പാഴുജന്മം എന്നോ അല്ലെങ്കിൽ ഒരു നികൃഷ്ട ജന്മം എന്നോ ഒക്കെയുള്ള വിധത്തില് നോക്കിക്കണ്ടിരുന്ന ഒരാള് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വലിയൊരു പ്രതിഭ ആയി മാറുകയും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് ഉദയം ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരും. ഇതൊന്നും ആരുടെയും അറിവിൽ പെട്ടതല്ല. അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലാണ് ഇൽമുസ്സാഅത്തുള്ളത്, അന്ത്യസമയത്തിനെ കുറിച്ചുള്ള അറിവുള്ളത്. അതുപോലെ മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഴ വർഷിക്കുന്നത്, അതിന്റെ കാര്യം നിയന്ത്രിക്കുന്നത്, അതിന്റെ സമ്പൂർണമായ നിയന്ത്രണം സ്വന്തം കൈകളിലുള്ളത് അത് അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ ഗർഭപാത്രങ്ങളിലുള്ളതിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ, ഒരാൾക്കും അറിയില്ല താൻ നാളെ എന്ത് നേടാൻ പോകുന്നു എന്നത്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെയാണ് താൻ മരിച്ചു വീഴാൻ പോകുന്നത് എന്ന കാര്യം പോലും, ഏത് നാട്ടിലാണ്, ഏത് മണ്ണിലാണ്, ഏത് ഭൂപ്രദേശത്താണ് തന്റെ അന്ത്യം ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം പോലും ഒരാൾക്കും അറിയില്ല. ഒരുപക്ഷെ ജനിച്ചത് നമ്മുടെ നാട്ടിലായിരിക്കാം, മരിക്കുന്നത് വേറെ ഏതെങ്കിലും വിദൂരമായ ഒരു നാട്ടിലോ മറ്റൊരു വൻകരയിലോ തന്നെ ആവാം. ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടല്ലോ. വളരെ വിദൂരമായ വൻകരകളിൽ ജനിച്ച ആളുകള് നമ്മുടെ നാട്ടില് മരിക്കുകയും ഇവിടെ മറമാടപ്പെടുകയും ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പം മനുഷ്യന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവന്റെ അറിവിൽ പെട്ടതല്ല. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായിട്ടും അള്ളാഹുവാണ് എല്ലാം അറിയുന്നവനും സൂക്ഷ്മമായ ധാരണയുള്ളവനും. ഇൽമും ഖബറും അത് അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ളതാണ്. എല്ലാറ്റിനെ കുറിച്ചും വ്യക്തമായ അറിവുള്ളതും വ്യക്തമായ ധാരണയുള്ളതും അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ അള്ളാഹുവാണ് മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കടലിലെ പ്രക്ഷുബ്ധതയുടെ അവസ്ഥയിൽ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സന്നദ്ധരാകുന്ന ആളുകൾ കരയിലെത്തുമ്പോൾ അവരുടെ നിലപാട് വല്ലാതെ അഴിഞ്ഞുപോയ അല്ലെങ്കിൽ ആ പഴയ ദൃഢതയില്ലാത്ത ഒന്നായി മാറുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കും. ഇത് അള്ളാഹു മനുഷ്യന്റെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ത്യനാള്, അതുപോലെ മനുഷ്യന്റെ ജീവിതാന്ത്യം, മരണാനന്തരം മനുഷ്യൻ നേരിടാനിരിക്കുന്ന ദൈവിക വിചാരണ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൃഢബോധ്യമില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നത് കാരണമായിട്ടാണ് ഈ വിധത്തിലുള്ള ചാഞ്ചല്യവും അതുപോലെ വിശ്വാസപരമായ ശോഷണവും ഒക്കെ അവർക്ക് സംഭവിക്കുന്നത് എന്ന കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഈ സൂറത്തിന്റെ അവസാനത്തേതിന്റെ തൊട്ടും മുമ്പുള്ള ആയത്തില് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയാണ്, മനുഷ്യനൊരു സാരോപദേശം നൽകുകയാണ്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുക. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി. നമ്മള് 15ാമത്തെ ആയത്തിലാണ് നേരത്തെ ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ മകനുള്ള ഉപദേശം ഉദ്ധരിക്കുന്നതിനിടയിൽ അള്ളാഹു ചില കാര്യങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും ഉത്തമമായ വിധത്തിൽ സഹവർത്തിത്വം ഉള്ളവരായിരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് കാണുകയുണ്ടായത്. ഇവിടെ അള്ളാഹു പറയുന്നത്, അവിടെ ഭൗതിക ലോകത്ത് ദുനിയാവില് മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല സുഹബത്ത് നൽകുന്നവരായിരിക്കണം എന്ന നിർദ്ദേശമാണല്ലോ നൽകിയത്. ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ മാത്രമേ അവരോട്
പെരുമാറാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ച ആ കാര്യം നമ്മൾ പിന്നീട് ആയത്തുകളിൽ കാണുകയുണ്ടായി. എന്നാൽ ഇവിടെ പറയുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് ഉപകരിക്കുകയില്ലാത്ത, മക്കള് മാതാപിതാക്കൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ലാത്ത ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. അന്ന് ആത്മരക്ഷ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും തന്നെ അതിന് മുൻകൂട്ടി ചിലതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. കാരണം ആ നാളിൽ മുതിർന്ന അല്ലെങ്കിൽ പ്രായം ചെന്ന മാതാപിതാക്കള് മക്കളുടെ സേവനം ലഭിക്കുന്ന വിധത്തില് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണന ഒന്നും നൽകപ്പെടുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവുക. അത് അന്ത്യനാളില്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് ഓരോരുത്തരും അവര് നേരിടുന്ന പ്രതിസന്ധികളുടെ കയത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു സന്താനത്തിനും തന്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാൻ അവിടെ സാവകാശം ഉണ്ടാവില്ല. അതിനുള്ള സ്വാസ്ഥ്യം ഉണ്ടാവുകയില്ല. ഒരു വാപ്പാക്കും അല്ലെങ്കിൽ ഒരു പിതാവിനും മക്കളുടെ കാര്യം അന്വേഷിക്കാനുള്ള ഒരു സ്വസ്ഥതയോ സമാധാനമോ ആ ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ നാളിന്റെ സുരക്ഷയ്ക്ക് ഓരോരുത്തരും സ്വയം തന്നെ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണ് വേണ്ടത് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. ഐഹിക ജീവിതം മാത്രമാണ് ജീവിതം എന്ന് ധരിച്ചുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിന്റെ ചതിയിലകപ്പെടുന്ന ആളുകൾ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരാവേണ്ടതുണ്ട് എന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ലുഖ്മാനിലെ അവസാനത്തെ 2 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അത് ഈ സൂറത്തിന്റെ ഒരു ഉപസംഹാരം എന്ന നിലക്ക് മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ഉണർത്തൽ എന്ന നിലക്ക്, ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ സൂറത്തിന്റെ പഠനം ഇതോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചക്കും ചോദ്യോത്തരങ്ങൾക്കൊക്കെ ഉള്ള അവസരമാണ്. എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാനുള്ള ആളുകൾക്ക് ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നാളെ ലൈവായിട്ട് ചോദിക്കാവുന്നതുമാണ്. അതുപോലെ ചില ചോദ്യങ്ങൾ ഓൾറെഡി ഉന്നയിക്കപ്പെട്ടതുണ്ട്, ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് നാളത്തെ സെഷൻ ആരംഭിക്കാമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.